സംസ്ഥാന സർക്കാർ വ്യവസായ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തിയ നിലപാട് മയപ്പെടുത്തി ശശി തരൂർ എം.പി. കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയോടും വ്യവസായ വളർച്ചയോടുമുള്ള ഇടത് സമീപനത്തിൽ മാറ്റം വരുത്തിയതിനെക്കുറിച്ചായിരുന്നു തന്റെ പരാമർശം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ തരൂർ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ തരൂർ നിലപാടിൽ ഒരു മയം വരുത്തിയിരിക്കുകയാണ്. വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്നത്. എന്തായാലും ഇപ്പോൾ ഒരു മയം വരുത്തിയിരിക്കുകയാണ് തരൂർ. വിശദാംശങ്ങൾ. ജയലക്ഷ്മി, കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ ശശി തരൂരിൻ്റെ ചില പരാമർശങ്ങൾ അത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. അതിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ചില ചർച്ചകൾ വരികയും തരൂർ തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. തരൂർ പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടത് സർക്കാരിനുണ്ടായിരുന്ന നയങ്ങൾ, ആ നയത്തിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചപ്പോൾ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്കൊക്കെ ആയി എന്നുള്ളത് അതിപ്പോഴാണ് അത്തരത്തിലൊരു പരാമർശം വീണ്ടും വരുന്നത്. അത് വീണ്ടെടുത്ത് കടന്ന് ഉരുളുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലായിരുന്നില്ല. സാഹചര്യം വീട് കിട്ടിയ ഒരു സാഹചര്യം CPM ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തരൂരിൻ്റെ ചില പ്രത്യേക പരാമർശങ്ങൾ വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെ കേരളം വലിയ വികസനം കൈവരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിലുമായി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ഈ ഒരു ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വലിയ ചർച്ചകളും ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ തരൂരിനെതിരെ വലിയ ഒരു വിമത ശബ്ദം ഉയരുകയും ചെയ്തു. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പാർലമെന്റിൽ താൻ നേരിടുന്ന വലിയ അവഗണന നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് തരൂരിൻ്റെ ഈ പരാമർശങ്ങൾ മുൻപോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ന്യായീകരണം ഉണ്ടായിട്ടുള്ളത്. ഈ ന്യായീകരണത്തിൽ വരുമ്പോൾ മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന വ്യവസായ രംഗത്തെ വളർച്ചയെ എന്തുകൊണ്ട് താൻ ഇത്തരത്തിൽ ഊന്നി പറഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനകത്തുനിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംസാരം വരുമ്പോൾ എന്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വികസനത്തെ മുന്നേക്ക് വയ്ക്കുന്നില്ല, മറിച്ച് ഇപ്പോൾ ഈ P. രാജീവിൻ്റെ സമയത്തുള്ള ഈ ഒരു വികസനത്തെ മുൻപോട്ട് വയ്ക്കുന്നു തുടങ്ങിയ ചില ചോദ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് CPM-നകത്തുനിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുനിന്ന് അല്ലെങ്കിൽ പൊതുജനത്തിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ട് ഒരു ന്യായീകരണം ഉണ്ടാകുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇട്ടിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറയുന്നത് ഇടത് നയ വ്യതിയാനം, അതുകൊണ്ട് തന്നെയാണ് ഈ വ്യവസായ രംഗത്തുണ്ടായ വളർച്ച എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ സർക്കാർ, കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പിണറായി സർക്കാരിൽ നിന്ന് ഈ വർഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വലിയ നയമാറ്റം വരുന്നുണ്ട്. ആ നയമാറ്റത്തെയാണ് താൻ പറഞ്ഞത്. മുൻപ് വ്യവസായ രംഗത്തോ വാണിജ്യ രംഗത്തോ ഒന്നും അത്ര കണ്ട് പിണറായി സർക്കാർ കേന്ദ്രീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇടത് സർക്കാർ ഒരിക്കലും അത്തരത്തിലൊരു വ്യവസായ കേന്ദ്രീകൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യവസായ കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ രീതിയിൽ, അതായത് ഒന്നിനെയും തള്ളാതെയും കൊള്ളാതെയുമാണ് ഇപ്പോൾ ഈ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിൽ പിണറായി സർക്കാരിനെയും അതേപോലെ തന്നെ വിമർശനങ്ങൾ, അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിമർശനവും അതോടൊപ്പം തന്നെ മുൻ ഭരണകൂടത്തെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അനുകൂലിക്കുന്ന തരത്തിലും കൂടെയാണ് നിലപാടുകളുള്ളത്. ഏതായാലും ഇതിൽ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു ചേരിപ്പോരുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ശരി ഗോകുൽ, എന്തായാലും ശശി തരൂർ MP നിലപാടിൽ ഒരു മയം വരുത്തിയിരിക്കുകയാണ്. വലിയ വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ശശി തരൂരിനെതിരെ ഉയർന്നു വന്നിരുന്നത്. ഗോകുൽനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.